ഗ്യാങ് നെയിം MRC, ടാഗ് MRC, ഗ്യാങ് കളർ ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. അയ്യോ, ഈ ബ്ലാക്ക് ഗോൾഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഹർലും കണ്ടിട്ടില്ലേ നിങ്ങൾ? എൻ്റെ സെൽറ്റോസ് ഇപ്പോൾ ഞാൻ താർ ചെയ്തപ്പോഴും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഞാൻ ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കളറാണ് പറയായിരിക്കും. വൈറ്റ് കൂടെ എത്ര 3 കളർ അതെനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ക്ക്, MRC ഷമീർ. ഓക്കെ. മെമ്പേഴ്സ് MRC ജോക്കർ, ജെയിന്, ഉസ്മാൻ. അവനെ ഒരു ചാൻസ് കിട്ടിയല്ലോടാ, സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാല്, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, രാജുഭായി, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, CK മാരി, ചാർലി ഡേവിഡ്സൺ, അംബാൻ പ്രോ, ജിൻ സക്കായി, MRC ടക്കായി, MRC ഏവിസ് XD, MRC സെൻഡെക്സ് ഡുവർ, MRC റയാൻ, MRC മെസ്സി ഗോട്ട്. 31 പേരെ അവരിപ്പോൾ തന്നെ എടുത്തല്ലേ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിലും നല്ലത് ബെറ്റർ അവരൊരു കുറച്ച് പേര് ഗ്യാങ്ങായിട്ട് വന്ന് ഇവിടെ നിന്ന് കളിച്ച് ഓരോ പ്ലേയേഴ്സിനെ സോർട്ട് ചെയ്ത് പയ്യെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറേ പ്ലേയേഴ്സായിട്ട് നമുക്ക് നമ്മുടെ പ്ലേയേഴ്സും പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ള ഒരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. ബാക്കിയൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. മനസ്സിലായോ? അതാണ് സത്യം. അത് എല്ലാവർക്കും അറിയാം. ഞാനത് ഇപ്പോഴേ പറയുവാണ്. സോ ഇതിൽ HF ആയാലും അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. നമുക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇവരൊരു പുതിയ തുടക്കം അവർ നന്നായിട്ട് കളിക്കുന്നെങ്കിൽ കാണില്ല. നമ്മളായിട്ട് അങ്ങനെ വെറുതെ പോയിട്ട് നമുക്ക് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയിട്ട് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഈ എൻ്റെ പേരിൽ ഒരുപാട് നാളുണ്ടായിരുന്നത് ഇന്ന് ഞാനാക്കിയ പേരിതാ. മനസ്സിലായി? ഈ 3 അക്ഷരത്തോട് ബാക്കി എന്തിനോട് ആരോട് ഞാൻ കാണിച്ചില്ലെങ്കിലും ഈ 3 അക്ഷരത്തിനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇനിഷ്യലി എനിക്ക് അത് പെട്ടെന്ന് ഞാൻ ചാടിക്കയറി ഒരിക്കലും ഇവർ ഗ്യാങ് ആവുന്ന ഉടനെ സിറ്റുവേഷൻ എടുക്കാനൊന്നും നമ്മുടെ TVയുടെ സൈഡിൽ നിന്ന് നമ്മളുണ്ടാവില്ല. പക്ഷെ അവരും ഒരു ന്യൂ സ്റ്റാർട്ട് ആയതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ RP അല്ലേ. അത് ചിലപ്പോൾ അവർ നല്ല സ്റ്റാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും പേര് വരുന്നത്. അപ്പോൾ അവരങ്ങനെ തുടങ്ങുന്നെങ്കിൽ തുടങ്ങിക്കോട്ടെ. അണ്ടിൽ നമുക്ക് ഉപദ്രവമില്ലാത്തടത്തോളം കാലം ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പഴയ ഈ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പോകത്തില്ല. അപ്പോൾ എനിവേ ഓൾ ദ ബെസ്റ്റ് MRC. തൊപ്പി അടിപൊളിയായ ഒരു ഗ്യാങ് കൊണ്ടുപോട്ടെ. അടിപൊളിയായിട്ടൊരു ഗ്യാങ് സെറ്റായിട്ട് വരട്ടെ. കോമ്പറ്റീഷൻ വന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവട്ടെ. TVക്ക് നമ്മുടെ ബാക്കി എല്ലാവർക്കും ഒരു നല്ല കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് ബിൽഡ് ചെയ്ത് തരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ്.